നമ്മുടെ ആത്മീയ ജീവിതത്തെ ദുർബലമാക്കുന്ന ശീലങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. ഇന്ന് ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മിലെ ആത്മീക അനുഭവങ്ങളെ ദുർബലമാക്കും, ആത്മീക ജീവിതത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കും. എത്രയധികം ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസുകൾ, സ്വാധീനങ്ങൾക്ക് നാം അടിമപ്പെടുന്നു, അത്രയധികം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ്. ശിംശോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ദൈവം തന്നെ നാസിർ വ്യവസ്ഥനായിട്ട് ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ പറഞ്ഞയച്ച വ്യക്തിയാണ്. തൻ്റെ മേലൊരു അസാധാരണമായ ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശിംശോന് ആ ദൈവിക ശക്തിയെയും അഭിഷേകത്തെയും നഷ്ടപ്പെടാനുള്ള കാരണം ലോകത്തിൻ്റേതായിട്ടുള്ള സ്വാധീനങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ, കൂട്ടുകെട്ടുകൾ, രഹസ്യ ബന്ധങ്ങളിൽ താൻ അറിഞ്ഞോ അറിയാതെയോ താൻ പതിയെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അത് തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ശക്തിയെ ദുർബലമാക്കി. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ സ്വാധീനത്തിന് ഒരിക്കലും നാം നമ്മെ വിട്ടുകൊടുക്കരുത്. അറിയാതെ പോലും നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾക്കും മോഹങ്ങൾക്കും നാം വിട്ടുകൊടുക്കുമ്പോൾ ഓർക്കൂ, നമ്മിലെ ആത്മമനുഷ്യൻ്റെ ശക്തി കുറയുകയാണ്, നാം ദുർബലരാകുകയാണ്, നമ്മളെ ബലം ക്ഷയിച്ചു പോവുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 1 യോഹന്നാൻ 2:15 പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. നോക്കൂ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തെ സ്നേഹിക്കരുത്. ലോകത്തിൻ്റെ സ്നേഹം, ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ചിന്തകളെ കവർന്നെടുക്കുമ്പോൾ, നമ്മുടെ സമയത്തെ കവർന്നെടുക്കുമ്പോൾ അത് നമ്മളെ ആത്മീക മരണത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ സമയം കവരുന്നത് എന്താണ്? ഏത് വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത്? അവിടെയാണ് നമ്മുടെ സ്നേഹം കാണുവാനായിട്ട് കഴിയുന്നത്. സമയവും സ്നേഹവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആരെയാണോ നാം കൂടുതൽ സ്നേഹിക്കുന്നത് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വസ്തുവിനോട് കൂടുതൽ സമയം ചെലവിടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ സ്നേഹം, അല്ല ഏത് വസ്തുവിനെയാണ് കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നതെന്നറിയാൻ സമയം എവിടെ കൂടുതൽ ചെലവിടുന്നു എന്ന് നോക്കിയാൽ മതി. ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, സ്വാധീനങ്ങൾ നമ്മിലെ ആത്മശക്തി ഇല്ലാതെയാക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാം ദുർബലരാകരുത്, ആത്മീയ വിഷയത്തിൽ കരുത്തുള്ളവരാകണം. ആത്മാവിൽ ശക്തിപ്പെട്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും തെറ്റായ ശീലങ്ങൾ, ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ദൈവമേ, എന്നിൽ നിന്ന് അത് എടുത്തു മാറ്റണമേ. ലോകത്തെ സ്നേഹിക്കുവാനല്ല, അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.